ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. അങ്ങനെ കുറച്ച് മാസങ്ങളിലെ നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള റിസൾട്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. SSLC എന്ന് പറയുന്ന വലിയൊരു സ്വപ്നത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ചുവടാണ് നമ്മുടെ ഫസ്റ്റ് ടൈം ഓണം എക്സാം എന്ന് പറയുന്നത്. ആ ഓണം എക്സാമിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ചാനലാണ് സൈലം SSLC എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഒരു വർഷം കഴിഞ്ഞ് മാർച്ച് മാസം കഴിഞ്ഞ് എക്സാമൊക്കെ എഴുതി 2 മാസം വെക്കേഷനും കഴിഞ്ഞ് മെയ് മാസം റിസൾട്ട് വരുന്നു. അത് കഴിഞ്ഞ് ജൂൺ മാസം അടുത്ത ബാച്ചിന്, അതായത് ഇപ്പോഴത്തെ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് വരേണ്ട ദിവസം വരുന്നു. അവർ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അവരുടെ സ്കൂളിൻ്റെ മുന്നിലുള്ള ഗേറ്റിൻ്റെ മുകളിൽ വലിയൊരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്. ആ പോസ്റ്ററിലെ ഫോട്ടോസ് ആരുതാണെന്നറിയോ? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. SSLCയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫോട്ടോയും അതിലുണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും അല്ലേ? അപ്പോൾ ഒട്ടുമിക്ക ആളുകളുടെ സ്വപ്നമാണ് ഈ SSLCയിൽ ഫുൾ A+ നേടുക എന്നുള്ളത്. വലിയ സംഭവമുള്ള കാര്യമാണോ വെച്ചാൽ അല്ല. മനസ്സറിഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾക്കൊക്കെ അത് കിട്ടുന്നതാണ്. എന്നാൽ അത്ര ഈസി ആയിട്ട് കിട്ടുമോ? അതുമില്ല. ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ കൊണ്ടാവുന്ന അത്രയും നിങ്ങൾ ഈ ഓണം എക്സാമിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ടെൻഷൻ ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഏറ്റവും മീഡിയം ലെവലിൽ വരുന്ന, അതായത് നിങ്ങൾ പഠിക്കുന്നതിൽ മീഡിയം ആണ് എന്നല്ല കേട്ടോ പറയുന്നത്, ലോകത്തുള്ള കുട്ടികളുടെ മീഡിയം ടൈപ്പിൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണ്. പഠനത്തിലല്ല മീഡിയം. കാരണം 2 തരം വിദ്യാർത്ഥികൾക്കാണ് ടെൻഷൻ ഇല്ലാതിരിക്കുക. ഒന്ന്, എല്ലാം പഠിച്ച് അത്രയും പെർഫെക്റ്റ് ആയുള്ള കുട്ടി, അത് അങ്ങനത്തെ ആളുകൾ വളരെ ചുരുക്കമാണ്. രണ്ടാമത്തത്, ഒന്നും പഠിക്കാത്ത കുട്ടി. ഈ 2 ടീമിനും എന്തുണ്ടാവില്ല? ടെൻഷൻ ഉണ്ടാവില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ബഹുഭൂരിപക്ഷം കുട്ടികളും എത്രത്തെ പഠിച്ചാലും അവർക്ക് ടെൻഷൻ ഉണ്ടാവും. കാരണം അത് പഠിച്ചു എന്നുള്ളതിൻ്റെ സൈനാണ് ഈ ടെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിയൊന്നും വേണ്ട. നിങ്ങളെ കൊണ്ടാവുന്ന അത്രയും ശ്രമിക്കുക എന്നതിനപ്പുറം നമുക്കൊന്നും ചെയ്യാനില്ല അല്ലേ? രണ്ടാമത്, നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോകുന്ന സമയത്ത് മാക്സിമം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു കുപ്പി വെള്ളം കയ്യിൽ വെക്കാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തേത്, നിങ്ങൾ പെൻസിലും ബോക്സും കയ്യിൽ വെക്കാൻ ശ്രമിക്കുക. അത് ഏത് എക്സാം ആണെങ്കിലും നമ്മുടെ ആൻസർ ഷീറ്റിൽ വൃത്തി ഉണ്ടാവുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കിയിട്ട് തന്നെ കാണുന്ന ആളുകൾക്കൊരു മനസ്സിനൊരു കുളിർമ ഉണ്ടാവണം. സോ ആൻസർ ഷീറ്റ് മാക്സിമം വൃത്തിയിൽ എഴുതാൻ ശ്രമിക്കുക. മൂന്നാമത്തേത്, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ഓർഡറിൽ തന്നെ എഴുതണം നിർബന്ധമേ ഇല്ല. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ അറിയുന്നത് അത് നിങ്ങൾക്ക് തുടങ്ങാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തുടങ്ങുന്നതെങ്കിൽ ദാറ്റ്സ് നല്ലതാണ്. നിങ്ങൾ ഓർഡറിൽ എഴുതുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറിയാമെങ്കിൽ നിങ്ങൾ ഓർഡറിൽ തന്നെ എഴുതി പോയിക്കോ. ഇനി അല്ല, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഉത്തരങ്ങളാണ് എഴുതാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ആ കാണുന്ന ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി തുടങ്ങുക. എന്നിട്ട് സ്പേസ് ഇടണമെന്നൊന്നുമില്ല. ഇനി ഇൻ കേസ് ഏതെങ്കിലും ചോദ്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് ബാക്കി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വെട്ടിടുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ആ ഒരു ശീലം ഇപ്പോഴേ നിങ്ങൾ തുടങ്ങുക. ക്ലാസ് റൂമിലെ ടോപ്പേഴ്സും സ്കൂളിലെ ടോപ്പേഴ്സും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വളരാൻ പറ്റും ഒരുപാട് കുട്ടികളാണ് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളോട് പറയാറുള്ളത്, സാറേ ആദ്യമായിട്ട് എനിക്ക് 20ൽ 20 കിട്ടി, ആദ്യമായിട്ട് എനിക്ക് മാത്സിൽ 10ൽ 12 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി, ആദ്യമായിട്ട് ഞാൻ മാത്സിൽ ജയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റുകൾ കാണിക്കാൻ പറ്റി. പ്രിയപ്പെട്ട മക്കളെ, ഇത് ഓണം എക്സാമാണ്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് SSLC പബ്ലിക് എക്സാമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക എന്നൊക്കെ നമുക്കറിയാം. ഈ വരുന്ന ഓണം എക്സാം ഏറ്റവും മികച്ചതാവട്ടെ. വലിയ ടഫൊന്നും ആവില്ല കേട്ടോ, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ എക്സാമുകളൊന്നും അത്ര വലിയ ടഫൊന്നും ആവില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കൺസേൺസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ പേര് ഷാഹിദ് റംസാൻ. എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. അപ്പോൾ സൈലം ലേണിംഗ്. ബൈ.